ഹലോ, ഇത് ഞങ്ങളുടെ വീട്ടിലെ പിങ്ക് പിയൂണിയാട്ടോ കേട്ടോ. അപ്പം റിപ്പോർട്ട് ചെയ്തിട്ട് 1.5-2 മാസം ആയതേ ഉള്ളൂ. അപ്പോഴത്തേനും കണ്ട് ഇഷ്ടംപോലെ പൂക്കളും മൊട്ടുകളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ താമര വീട്ടിൽ വളർത്തണം, ഏത് താമരയാണ് ഏത് കാറ്റഗറിയാണ് വളർത്തേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാമേ. നമ്മുടെ താമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാറ്റഗറിയാണുള്ളത്: ട്രോപ്പിക്കൽ, സെമി ട്രോപ്പിക്കൽ, ഹാർഡി. അതിൻ്റെ അകത്ത് ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ ഒരുപാട് പൂക്കൾ തരും. അതുപോലെ തന്നെ വർഷത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഇതിൻ്റെ അകത്ത് പൂക്കൾ കാണുകയും ചെയ്യും. നമ്മൾ നട്ട് 1 മാസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് മൊട്ടും പൂക്കളും ഒക്കെ വന്നു തുടങ്ങും. അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത് ഈ പിയൂണീസ്, വൈറ്റ് പിയൂണീസ്, പിങ്ക് പിയൂണി, റെഡ് പിയൂണി, അങ്ങനെ ഒരുപാട് പൂക്കളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. ഇനി അടുത്തതെന്ന് പറയുന്നത് സെമി ട്രോപ്പിക്കൽ. സെമി ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ പോലെ കണ്ടിന്യൂസ് ആയിട്ട് പൂ പിടിക്കത്തില്ല. സീസൺ അനുസരിച്ച് ഫ്ലവറിങ് ചിലപ്പം കുറയും, ചിലപ്പോൾ പിടിക്കും, ചിലപ്പം പിടിക്കത്തില്ല. അതാണ് ഈ സെമി ട്രോപ്പിക്കൽ. അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹാർഡി. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇലയും വലിയ പൂവും ഒക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ നട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വർഷങ്ങളെടുക്കും പൂക്കാൻ, ചിലപ്പം പൂത്തില്ലെന്നും ഇരിക്കും. ഈ പാടത്തൊക്കെ കാണുന്നത് ഈ ടൈപ്പ് ഹാർഡി വെറൈറ്റീസ് ആയിരിക്കും. അതിൻ്റെ അകത്ത് സീഡ് കാണും. സീഡിൽ നിന്നും നമുക്ക് ഈ ഒരു താമര ഇതെടുക്കാം. ട്രോപ്പിക്കലിലും സെമി ട്രോപ്പിക്കലിലും സീഡ് കാണത്തില്ല. അപ്പോൾ എപ്പോഴും വളർത്താൻ നല്ലത് ട്രോപ്പിക്കലാണ്. ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ശരി, ബൈ.